ബ്രൂവറി വിഷയത്തിൽ നിലപാട് മാറ്റി വാട്ടർ അതോറിറ്റി. മദ്യക്കമ്പനിക്ക് വെള്ളം നൽകിയാൽ മറ്റു കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ല എന്നാണ് പുതിയ വാദം. കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം ഒയാസിസിനും നൽകാനാകുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. അതേസമയം പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പദ്ധതി പ്രദേശം സന്ദർശിക്കും. മദ്യനിർമ്മാണശാലയ്ക്ക് നൽകാൻ വെള്ളമില്ലെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ആദ്യ നിലപാട്. മദ്യക്കമ്പനിക്ക് വെള്ളം നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നാണ് ഇന്നലെ വിവരാവകാശ നിയമപ്രകാരം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ മറുപടി. സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാകും വാട്ടർ അതോറിറ്റിയുടെ മലക്കം മറച്ചിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിൽ കൃത്യമായ വാട്ടർ അതോറിറ്റി സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റി എനിക്ക് തരുന്ന ജലത്തിന് മീറ്റർ റീഡിംഗ് അടിസ്ഥാനമാക്കിയാണ് പണം ഈടാക്കുന്നത്. എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ കയ്യിൽ നിന്നും വാട്ടർ അതോറിറ്റി വാങ്ങുന്നു എന്ന് പറയുന്ന ഈ 96 MLD ജലം എങ്ങനെ അളന്നെടുക്കുന്നു എന്നത് സുപ്രധാനമാണ്. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് CPI എക്സിക്യൂട്ടീവ് യോഗം ചേരും. മുന്നണിക്കകത്ത് നിന്ന് ആദ്യം വിഷയത്തിൽ എതിർപ്പറിയിച്ചത് CPI പ്രാദേശിക ഘടകമാണ്. ബ്രൂവറി വിഷയം ആദ്യം ഉന്നയിച്ച രമേശ് ചെന്നിത്തല ഇന്ന് പദ്ധതി പ്രദേശം സന്ദർശിക്കും. യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും. 24 പാലക്കാട്.